കരൂർ ദുരന്തത്തിൽ വിജയ്ക്ക് സിബിഐ സമൻസ്. തിങ്കളാഴ്ച ഡൽഹിയിലെ സിബിഐ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. വിവരങ്ങളുമായി ഡി ധനസുമോദ് ചേരുന്നുണ്ട്. സുമോദ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിജയ്ക്കെതിരായി ഇത്തരത്തിൽ സിബിഐയുടെ സമൻസ് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള നിലവിലെ സാഹചര്യം, ഒപ്പം തന്നെ സിബിഐയുടെ നടപടികൾ. ധന്യ, സെപ്റ്റംബർ 27 നടന്ന അപകടത്തിൽ കരൂരിൽ നടന്ന ഈ ട്രാജഡിയിൽ 41 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് സിബിഐ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. ആദവ് അർജുന ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ്, നേതാക്കന്മാരെയാണ്, TVKയുടെ നേതാക്കന്മാരെയാണ് ചോദ്യം ചെയ്തിരുന്നത്. പക്ഷേ ഏത് സമയത്താണ് ഇനി വിജയിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു. ആദ്യം ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സംസ്ഥാനത്ത് പ്രത്യേക സംഘം രൂപീകരിക്കായിരുന്നു. പക്ഷേ അത് പിന്നീട് സുപ്രീം കോടതി മാറ്റുകയും CBI തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു കാര്യമാണ് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ, നിരവധി നേതാക്കന്മാരെ ചോദ്യം ചെയ്തപ്പോൾ 10 മണിക്കൂർ വരെയാണ് ചോദ്യം ചെയ്തിരുന്നത്. പക്ഷേ ഈ എല്ലാ കുറ്റങ്ങളും DMK സർക്കാരിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുണ്ടായത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നത് സർക്കാരിന്റെ കഴിവുകേടാണ്. മാത്രമല്ല, അവർ നേരത്തെ ചോദിച്ചിരുന്ന മൈതാനമല്ല അവർക്ക് നൽകിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജനുവരി 12 ഡൽഹിയിലെ ആസ്ഥാനത്ത് എത്തിച്ചേരണം എന്നുള്ള ഒരു സമൻസ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഈ ജനുവരി മാസത്തിന്റെയും ഈ തരത്തിലുള്ള ഈ ആഴ്ചകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ TVK എന്ന് പറയുന്ന വിജയുടെ പാർട്ടിയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി സീറ്റ് വിഭജന സഖ്യ സാധ്യതകൾക്കുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ട് CBI സമൻസ് അയച്ചിരിക്കുന്നത്. ശരി സുമോ.